ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ മാസ്ട്രോ വണ്ടി, പഴയ മോഡൽ മാസ്ട്രോ ആണ്. അതിൻ്റെ പെട്രോള് ലീക്കും അതേപോലെ ബ്രേക്ക് കേബിൾ ചെക്ക് ചെയ്യുക, ഫ്രണ്ട് ഷോക്ക് ചെക്ക് ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിരുന്നത് വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇന്നലെ ഒന്നും പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഒന്നും കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടി കയറ്റി വെച്ചിട്ട് പോയി ഇന്ന് വരുന്ന സമയത്ത് മൊത്തം പെട്രോൾ ഇവിടെ ചാടിക്ക് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കാർബേറ്റർ നോക്കുമ്പോൾ കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് പെട്രോൾ ഇതേ സെയിം കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫ്ലോട്ട് യൂണിറ്റും ഈ ഫ്ലോട്ട് വാൽവും ഒക്കെ പുതിയതാണ് ഓൾറെഡി ഇതുമുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ കാർബേറ്ററിൻ്റെ ആ ഫ്ലോട്ട് വാൽവ് എന്ന് അടയുന്ന ആ ഹോളിൻ്റെ അവിടെ സീറ്റിംഗ് കംപ്ലയിൻറ്റ് വന്നേക്കണതാണ് മെയിൻ കാരണം കേട്ടോ. അത് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. കാരണം ഇപ്പോൾ പറഞ്ഞ പെട്രോൾ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അതായത് 1 ലിറ്റർ പെട്രോളിൽ 200 മില്ലി എത്തനോളുണ്ട്. അതാണ് അതിൻ്റെ ഒരു റേഷ്യോ, E20 എന്ന് പറയാം. ആ പെട്രോൾ കിടക്കുന്ന കാർബേറ്റർ മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, അതല്ലെങ്കിൽ മിസ്സിങ് കംപ്ലയിൻറ്റ്, റണ്ണിങ്ങിൽ ഓടി വന്ന് നിൽക്കുമ്പോൾ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ്. അതിനങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാറുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ചെയ്തേക്കണതാണ്, ഫ്ലോട്ട് വാൽവ് ഇതൊക്കെ മാറ്റിയിട്ടാണ്. നമ്മുടെ അടുത്ത് ചെയ്തതല്ല, പക്ഷെ എന്നാൽ പോലും അത് ചെയ്തേക്കണ വർക്കാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ വന്ന ആ ഹോള് വന്ന ഭാഗത്തായിട്ട് സീറ്റിംഗ് ഒക്കെ ചെറുതായിട്ട് പോയേക്കണം കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ദ്രവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരാം അതിൻ്റെ ഉള്ളിൽ. ഈ എത്തനോൾ ഉള്ളത് കൊണ്ട് തന്നെ കാർബേറ്ററിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഒരു പൊടി പോലെ അങ്ങനെ പൊടിഞ്ഞു വരും. ഇത് അതാണ് മെയിൻ കാരണം കേട്ടോ. അപ്പോൾ ശരിക്കും ഈ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാർബേറ്റർ അസംബ്ലി ഇതുമ്പോട്ട് റിപ്പയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അത് മാറ്റി പുതിയത് വയ്ക്കുക എന്നുള്ളതാണ്. പുതിയത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് മാറിക്കോളും. പക്ഷേ അപ്പോഴും വേറൊരു പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇത് തന്നെയാണ്. വീണ്ടും കംപ്ലയിൻറ്റ്സ് വന്നുകൂടായിയൊന്നുമില്ല. പ്രത്യേകിച്ച് കൂടുതലും നമുക്ക് വണ്ടി ഉപയോഗം കുറവുള്ള വണ്ടികളാണ്, അത് ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടികളാണ് കാര്യമായിട്ട് കാണാം. അല്ലാത്ത വണ്ടികളും വരാറുണ്ട്, പക്ഷേ കൂടുതലും ഓട്ടം കുറവുള്ള വണ്ടികളാണ് കൂടുതലായിട്ട് കണ്ടേക്കുന്നത് കേട്ടോ ഈ ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റിയാലാണ് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മാറുള്ളൂ. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഈ പെട്രോൾ ടാപ്പിൽ നിന്ന് ഫുൾ ടൈം പെട്രോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അതായത് ചെറിയ തോതിൽ തന്നെയായാലും പെട്രോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ ചാടണുണ്ട ഈ കണ്ടീഷനിൽ ഇങ്ങനെ പെട്രോൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ശരിക്കും ഇതിനകത്തേക്ക് പെട്രോൾ വരാൻ പാടുള്ളൂ, ഈ സൈഡിൽ കൂടെ പെട്രോൾ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ വണ്ടി ഓഫായി കഴിയുമ്പോൾ പെട്രോൾ കട്ട് ഓഫ് ആവണം. അപ്പോൾ അങ്ങനെ ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഈ പറഞ്ഞ രീതിയുടെ ഒരു പരിധി വരെ കുറച്ചുകൂടി വേണമെങ്കിൽ കുറയ്ക്കാം എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലി മാറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളെ ഈ പെട്രോളിൻ്റെ ടാപ്പും ആ പൈപ്പും കൂടി മാറ്റിയിടാം. അപ്പോഴാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ്സ് പൂർണ്ണമായിട്ടും മാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കാർബേറ്റർ ഏകദേശം ഒരു 2600 രൂപ 2700 അടുത്ത് ഈ കാർബേറ്റർ അസംബ്ലി ഫുൾ യൂണിറ്റിന് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ കാർബേറ്റർ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യും. പക്ഷേ കാർബേറ്റർ ക്ലീൻ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ലോ ജെറ്റൊക്കെ ഓൾറെഡി ബ്ലോക്കാണ്. സ്ലോ ജെറ്റ് ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സ്ലോ ജെറ്റ് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ കാർബേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയാലും നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഉള്ളൊക്കെ ഫുൾ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഈ ജെറ്റിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ക്ലീനർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കാർബേറ്ററിൻ്റെ ക്ലീനർ സ്ലോ ജെറ്റ് സർവീസ് ചാർജൊക്കെ ഏകദേശം ഒരു 500-550 രൂപ നമുക്ക് അതുമ്പോൾ മാത്രം ചിലവ് വന്ന കേസാണ്. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഇപ്പോൾ നമ്മൾ മുടക്കി പിന്നീട് കംപ്ലയിൻറ്റ് വന്നാൽ വീണ്ടും നമുക്ക് അത്രയും പൈസ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് പറ്റുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് മാറ്റാനുള്ള ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റി കളയാണ് ഏറ്റവും ബെറ്റർ. പെട്രോൾ ടാപ്പും പൈപ്പും എന്തെങ്കിലും മാറ്റിയിടാം, കാരണം അത് ത്രൂ ഔട്ട് ലൈൻ ഉണ്ട് അതിനകത്ത്. പിന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോക്കിൻ്റെ കംപ്ലയിൻറ്റാണ്. ഓൾറെഡി ഫ്രണ്ട് ഷോക്കും കംപ്ലയിൻ്റ് ഉണ്ട്, ബാക്ക് ഷോക്കും കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ടിലത്തെ കുഷൻ അസംബ്ലി രണ്ടും പോയി കിടക്കാണ്. അപ്പോൾ അതഴിച്ച് നമ്മൾ മാറ്റാനായിട്ട് അഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കിൻ്റെ ബുഷും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഉള്ളത് ബ്രേക്കിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ബാക്കിലേക്ക് വരുന്ന കേബിൾ അത്രയ്ക്കും പ്രോബ്ലം അല്ല, പക്ഷേ അത് കേബിൾ ബാക്കിലത്തെയും ഫ്രണ്ടിലേക്കും തന്നെ ഒരു കോമ്പി ബ്രേക്കിൻ്റെ കേബിളുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകണം. ആ 2 കേബിളുകളും മാറ്റിയതിന് ശേഷം ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റിയിട്ടാണ് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. കാരണം ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കണേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് ലോഡായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഈ ബ്രേക്ക് നമ്മൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പുണ്ട്. ഇത് കേബിൾ ഔട്ടർ വലിഞ്ഞിട്ട് ഓൾറെഡി ബ്രേക്ക് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേബിളും ബാക്കിലേക്ക് പോണ ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം. അതുകൂടാതെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് കുഷൻ അസംബ്ലി മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള ലിങ്ക് ബുഷും കൂടി മാറ്റി റീസെറ്റ് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ.
അപ്പോൾ ഞാൻ എൻ്റെ ഈ വർക്കിൻ്റെ അതായത് ഇപ്പോൾ ബ്രേക്കിൻ്റെ 2 കേബിളുകൾ, ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ്, ഫ്രണ്ട് കുഷൻ അസംബ്ലി, കാർബറേറ്റർ ക്ലീനിങ് അല്ല കാർബറേറ്റർ അസംബ്ലി ഉൾപ്പെടുത്താം, ബ്രേക്ക് പെട്രോളിൻ്റെ ടാപ്പ്, അതിൻ്റെ പൈപ്പ്, ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ, ഇത്ര ഐറ്റംസാണ് നമുക്ക് മെയിനായിട്ട് റീപ്ലേസ് ചെയ്ത് പിടിപ്പിക്കേണ്ട ഭാഗങ്ങൾ. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ എല്ലാത്തിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യുക. വാട്സാപ്പിൽ തന്നെ വിളിക്കുകയോ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇടുകയോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ.